അപ്പോൾ ഇന്നത്തെ റിവ്യൂ വന്നിട്ട് ഷസാം ഫ്യൂരി ഓഫ് ദ ഗോഡ്സ് എന്ന സിനിമയെക്കുറിച്ചാണ്. ഞാനൊരു മാർവൽ ഫാനോ DC ഫാനോ ഒന്നുമല്ല. പക്ഷെ കൂടുതലും ഡാർക്ക് മൂഡിലുള്ള സിനിമകൾ ഇഷ്ടമുള്ളതുകൊണ്ട് DC മൂവീസിനോട് കുറച്ച് താല്പര്യം കൂടുതലാണെന്ന് മാത്രം. പക്ഷെ ഷസാം വന്നിട്ട് അങ്ങനെയൊന്നുമല്ല. ഫസ്റ്റ് പാർട്ട് കണ്ടവർക്ക് മനസ്സിലാകും. ഇതും അതുപോലെ മൊത്തത്തിൽ ഒരു ടീനേജ് കോമഡി മൂവി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സൂപ്പർ ഹീറോ പടം ആണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ ഇവർ കൂടുതലും മാജിക്സ് ഒക്കെ ഉൾപ്പെടുത്തിയാണ് പടം എടുത്തിരിക്കുന്നത്. കാസ്റ്റിങ്ങിലുള്ള എല്ലാവരും നല്ല പ്രകടനങ്ങൾ തന്നെ ആയിരുന്നു. ഈ ഹീറോസായി വരുന്നവരുടെ ചൈൽഡ്ഹുഡ് ക്യാരക്ടേഴ്സ് ചെയ്തവരൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പടത്തിൽ അധികം അങ്ങനെ ആക്ഷൻ രംഗങ്ങളൊന്നുമില്ല. ലാസ്റ്റത്തെ ഒരു ഫൈറ്റ് സീക്വൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ആ എഡിറ്റിംഗ്, VFX, ഓരോ ഷോട്ടുകളും ക്യാമറ മൂവ്മെന്റ്സും എല്ലാം ഒരുപോലെ മികച്ചു നിന്ന ഒരു സീനായിരുന്നു. സൂപ്പർ ഹീറോ മൂവീസിലൊക്കെ നമുക്ക് ഗൂസ് ബംസ് തരാനായിട്ട് എന്തെങ്കിലും ഒരു സീനൊക്കെ കാണും. പക്ഷെ ഇവിടെ അവർ അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും അത് വർക്കൗട്ട് ആയതായിട്ട് തോന്നിയില്ല. പിന്നെ ഒരു ക്യാമിയോ ഉണ്ട്. അത് ആരുടെ ആണെന്ന് വാർണർ ബ്രോസ് തന്നെ പുറത്തുവിട്ടതാണ്. എന്തായാലും ആ ഒരു സീൻ, ആ ക്യാരക്ടറിന്റെ BGM ഒക്കെ കേട്ടപ്പോൾ ഒരു ഗൂസ് ബംപ് ഫീലൊക്കെ വന്നു. പിന്നെ അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊരു കോമഡി മൂവിയാണ്. അപ്പോൾ അവിടെയും എങ്ങനെയായിരിക്കും എടുത്തിരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇറങ്ങുന്ന എല്ലാ സൂപ്പർ ഹീറോ മൂവികളും ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 3Dയിലാണ് ഇടുന്നത്. പിന്നെ ഇവിടെ അങ്ങനെ അല്ലാത്തതുകൊണ്ട് അതൊരു സമാധാനമായിരുന്നു. പടത്തിന്റെ ടൈറ്റിൽ കാർഡ് അവിടെയും ഇവിടെയുമായിട്ട് 3-4 തവണ എഴുതി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റാത്തവർക്ക് വീണ്ടും ഒരു ചാൻസ് കിട്ടുന്നതായിരിക്കും. പിന്നെ പറയാൻ വിട്ടുപോയി, VFXും ബാക്ക്ഗ്രൗണ്ട് വർക്കും നല്ലതായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഈ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ഒരു സൂപ്പർ ഹീറോ മൂവി എന്ന കോൺസെപ്റ്റ് മാറ്റിവെച്ച് കുറച്ച് ഫാന്റസി കോമഡിയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഈ പടം ചെറിയ സ്ക്രീനിലൊക്കെ കണ്ടാൽ വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് കാണുന്നെങ്കിൽ നിങ്ങളൊരു DC ഫാൻ ആണെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക. പിന്നെ ലാസ്റ്റ് 2 എൻഡ് ക്രെഡിറ്റ് സീനുകളുണ്ട്, അത് കാണാനും മറക്കണ്ട. അപ്പോൾ പടം കണ്ടവർ അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.